നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ടെക് വ്ളോഗാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോയുടെ പിന്നിൽ ഇത്രയും നാളുണ്ടായിരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ മറ്റാരുമല്ല, നമ്മളെ ഇത്രയും നാള് ഈ ഒരു PC ബിൽഡ് ഒക്കെ ചെയ്ത ഒരാളുണ്ട്. അത് എൻ്റെ ഒരു കസിനാണ്. ഇവരുടെ പേര് റെജിൽ എന്നാണ്. അപ്പോൾ ഇവ ഒരു ഹാക്കറാണ്, അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റർ ആണ്. പിന്നെ വെബ് ഡെവലപ്പർ ആണ്. ചുമ്മാ ഇരിക്കട്ടെ. അപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഒരു 50K ബഡ്ജറ്റിൽ നമ്മളിന്നൊരു ലാപ്ടോപ്പ് ട്രിവാൻഡ്രത്ത് മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ബ്ലോഗ് ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. എന്തായാലും നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ് തന്നെയായിരിക്കും ഇന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ട്രിവാൻഡ്രത്ത് ഷോപ്പിലുള്ള വിവരങ്ങൾ ബാക്കി നോക്കാം. സോ നേരെ ഷോപ്പിലേക്ക്. സോ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നെക്സ്റ്റൻ സിസ്റ്റംസ്. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇവരുടെ ഷോപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇവരുടെ 2ാമത്തെ ഷോപ്പ് കൂടിയാണ്. അപ്പോൾ ഇതൊരു പുതിയ ഷോപ്പ് കൂടിയാണ്. ഇതിൻ്റെ ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്നോഗ്രേഷൻ കഴിഞ്ഞ് 2nd ഡേ ആണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ അവിടെ നിന്ന് ലാപ്ടോപ്പ് മേടിക്കാൻ പോകുന്ന മാത്രം ഒരു ചെറിയൊരു ടെക് വ്ളോഗാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈൻ പ്രൈസിലായിരിക്കും നമുക്ക് ഇവിടെ ലാപ്ടോപ്സും PC ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ പ്രസിദ്ധമായിട്ട് എനിക്ക് പരിചയം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പിൽ വന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് പോരായ്മകളുണ്ട്, കുറച്ച് റിസ്ക്കും ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കേൾക്കാതിരിക്കല്, നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം കൂടി കേട്ടിരിക്കേണ്ടതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരുപാട് PC അവർ സെറ്റ് ചെയ്ത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഒരു PC മേടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പലതരം സ്പെക്കിൽ അവർ PC സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിപൊളി മോണിറ്റേഴ്സ്, ഗെയിമിംഗ് മോണിറ്റേഴ്സും ഗെയിമിംഗ് കീബോർഡുമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു PC മേടിക്കുന്നതിന് മുമ്പ് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു ചാൻസ് കൂടിയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ അതായത് നമുക്കിതിനകത്ത് ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കളിച്ച് നോക്കാം. അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, അതായത് എഡിറ്റ് ചെയ്യുന്ന പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഏതൊരു പെർഫോമൻസ് ഉള്ള PC ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളെ കേരളത്തിലെ ഫസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറാണ്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള PCയിൽ ഹൈ എൻഡ് PC ഉണ്ട്, മിഡ് റേഞ്ച് PC ഉണ്ട്, അതുപോലെ തന്നെ ലോ എൻഡ് PC ഉണ്ട്, i3 വരുന്ന PC ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ബഡ്ജറ്റിൽ വേണ്ടിയിട്ട് ഉള്ള PC വേണമെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കുറച്ച് ഗെയിമിംഗ് ലാപ്ടോപ്സും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഷെൽഫിലുള്ള പ്രോഡക്റ്റ്സ്, അതായത് നമുക്ക് മാർജിൻ ഫ്രീ മാർക്കറ്റ് പോലെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നിങ്ങൾ കാണുന്ന ഈ ഒരു ടേബിളിൽ വന്നിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ലിക്വിഡ് കൂളർ കളർ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വൈറ്റ് റാമോ RGB റാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഒരു ഇഷ്ടത്തിന് പിക്ക് ചെയ്തിട്ട് അവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ബിൽഡ് ചെയ്യുന്ന ഒരു ടേബിളുണ്ട്. അപ്പോൾ അവിടെ ഒരാളുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഈ കാണുന്ന ടേബിളിൽ നമുക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ ബിൽഡ് ചെയ്ത് തരും. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഫ്രീ, അത്യാവശ്യം ഒരു മാർജിൻ ഫ്രീ സ്റ്റൈൽ പോലെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് PC ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ നിങ്ങൾ കാണുന്ന ഈ ഗെയിമിംഗ് ലാപ്ടോപ്സും നമുക്ക് പെർഫോമൻസ് നോക്കാം. അസ്യൂസിൻ്റെ ടഫ്, Acer Predator അങ്ങനെ ടോപ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് യൂസർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു PC കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു തൊട്ടപ്പുറത്തെ റൂമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരു ഗെയിമിംഗ് റൂം എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ TV സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗെയിമിൻ്റെ ഫ്രെയിമും ഈ ഒരു ചുമരിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് ടേബിള്, ഗെയിമിംഗ് ചെയർ, സത്യം പറഞ്ഞാൽ ഒരു റിയൽ ഗെയിമിംഗ് റൂമിൻ്റെ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് ഈ റൂമിനകത്ത് നിൽക്കുമ്പോൾ കിട്ടുന്നത്.
അതുപോലെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു PC ആണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. 4,30,000 രൂപയുടെ PC ആണ് ഈ സെറ്റ് ചെയ്തേക്കുന്നത്. ഇൻക്ലൂഡിംഗ് മോണിറ്ററും ചെയറൊന്നും അല്ല, എക്സ്ക്ലൂഡിംഗ് മോണിറ്ററും ചെയറുമാണ്. 4,30,000 രൂപയുടെ PC ആണ്. സോ അപ്പോൾ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം എൻ്റെ PC ആണ് ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴെനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ 1 lakhിൻ്റെ ലാപ്ടോപ്പ് ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും കിട്ടാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ബില്ലും കാര്യങ്ങളൊക്കെ വേണം. വാറണ്ടി ഇവിടെ നിന്ന് അവർ രജിസ്റ്റർ ചെയ്ത് തരുന്നതല്ല, നമ്മൾ തന്നെത്താൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഓൺലൈൻ പ്രൈസിൽ ഇവിടെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ലാപ്ടോപ്പും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രൈസ് കൂടുതലായിരിക്കും. അപ്പോൾ വാറണ്ടി അവർ ചെയ്ത് തരത്തുമില്ല. അപ്പോൾ നമുക്ക് അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൊസീജിയറൊക്കെ ഇവർ ചെയ്തു തരേണ്ടതുണ്ട്. അപ്പോൾ അത് അവർ കുറച്ച് ഡിലേ ആവുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വിളിക്കുമ്പോൾ അവർ സ്റ്റാഫുകളൊക്കെ കോളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രൊസീജിയർ കേട്ടാൻ വലിയ തിരക്കിലാണ്. അപ്പോൾ ചേട്ടന് പറ്റുന്ന സമയത്തൊക്കെ ചേട്ടൻ കോളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അവർ തിരിച്ച് നമ്മളടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരല്പം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ഡിലേയും കാര്യങ്ങളും കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ പ്രാവശ്യവും നമ്മൾ ഇവിടുന്ന് ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ ആ ഒരു ഇഷ്യൂ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്തപ്പോഴും ആ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ഒക്കെ അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവർ തന്നില്ലായിരുന്നു. അപ്പോൾ അതും വീണ്ടും ഡിലേ ആയി പോയായിരുന്നു. നമ്മൾ ഡയറക്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അവർ നമുക്ക് വാറണ്ടി ഉൾപ്പെടെ ചെയ്തായിരിക്കും നമ്മളെ കൈ തരുന്നത്. ഈവൻ നമ്മൾ മൈജി സ്റ്റോറിൽ നിന്ന് മേടിച്ചാലും അവർ നമുക്ക് വാറണ്ടി ചെയ്തു തരുന്നതായിരിക്കും. പക്ഷേ പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. സോ അപ്പോൾ നമ്മളെ ലാപ്ടോപ്പ് അവർ അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് Windows 11 പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം Windows 11 കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യമെന്ന് അറിയത്തില്ല. അതിനകത്ത് മൈക്രോസോഫ്റ്റ് സൈൻ ഇന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ PC ഡോക്ക് ലാപ്ടോപ്പ് പോയിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരത്തേക്ക്